ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തിരുവചനം യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള 54-ാം അധ്യായം 17-ാം തിരുവചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത്. മനുഷ്യർക്ക് ആശ്വാസം തരുന്ന, പ്രത്യാശ തരുന്ന, ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ഒരു വചനം. ഇന്ന് പലരും പലർക്കെതിരായും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, വിധി പ്രസ്താവിക്കുമ്പോൾ പലരും തകർന്നു പോകാറുണ്ട്. എന്നാൽ കർത്താവ് അങ്ങനെയുള്ളവരോട് അരുളി ചെയ്യുകയാണ്, നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ വലിയ വാഗ്ദാനം, ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം, അതാണ് ഈ വചനത്തിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? എപ്പോഴും മക്കളെ, നമുക്ക് കർത്താവിനെ നമ്മുടെ പക്ഷത്ത് നിർത്തിയാൽ മതി. ഒരായുധവും നമുക്കെതിരെ ഫലപ്രദമാവുകയില്ല. കർത്താവിൽ ആശ്രയിക്കുക പൂർണ്ണമായി. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് തൻ്റെ വലതുകരം ചേർത്ത് പിടിക്കും. ആ ഒരു വലിയ ആശ്വാസമാണ് നമുക്ക് എന്നും വേണ്ടത്. നമുക്കെതിരെ പലരും പലതും പറഞ്ഞു തിരിക്കും. എങ്കിൽ കർത്താവ് നമ്മോടൊപ്പമുണ്ടെങ്കിൽ നമുക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണ് പറയുക. നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സ് ഒരു ദേവാലയം പോലെ പരിശുദ്ധമായിരിക്കണം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ പഠിക്കണം. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിക്കണം. ഇതെല്ലാമുള്ള ഒരു വ്യക്തിക്ക് തന്നോടൊപ്പം കർത്താവ് എന്നും ഉണ്ടാവും. നമുക്ക് ആരെയും ആവശ്യമില്ലാതെ ഭയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നമുക്ക് ശക്തിയും ബലവും തരുന്നത് അവിടുന്നാണ്. ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തികളും അടിപതറി വീഴുകയില്ല. വചനത്തെ മുറുകെ പിടിക്കുന്നവർ, അവരെ വചനം കാത്തുകൊള്ളും. എൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. ജീവനുള്ള വചനം തീർച്ചയായും പ്രവർത്തിക്കും. അത് ഊർജ്ജസ്വലമാണ്, അതൊരു എനർജിയാണ്. ആരുടെ കാതുകളിലേക്ക് അത് തുളച്ചു കയറുന്നു, ആരുടെ ഹൃദയ വിചാരങ്ങളെ അത് വിവേചിക്കുന്നുവോ, അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവവചനത്തിന് അത്രമാത്രം ശക്തിയുണ്ട്, വിശ്വസിക്കുക. ദൈവവചനം വായിക്കുന്ന ഓരോ വ്യക്തിക്കും ജീവിത വിജയത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. നാം വചനത്തെ എടുക്കുമ്പോൾ വചനം നമ്മയും നമ്മുടെ കാര്യങ്ങളെയും എടുത്തുകൊള്ളും. പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വചനത്തിൽ അധിഷ്ഠിതമായി ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് ഒരു 25 വർഷങ്ങൾക്ക് മുൻപ്, എൻ്റെ മനസ്സ് എന്തിനോ വേദനിച്ച ഒരു സമയത്ത് ഞാനവിടെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തിനാണ് അത്രമാത്രം ഞാൻ വിഷമിച്ചതെന്ന് എനിക്ക് ഇന്നും ഓർമ്മയില്ല. എന്തിനോ എൻ്റെ മനസ്സ് വേദനിച്ചു. അവിടെ ഒരു കലണ്ടർ ഭിത്തിയിൽ ഇട്ടിട്ടുണ്ട്. ആ കലണ്ടർ മാതാവിൻ്റേതായിരുന്നു. മാതാവിൻ്റെ കലണ്ടറുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്കെന്തോ എൻ്റെ ഹൃദയം പൊട്ടി ഒഴുകി, കരച്ചിൽ വന്നു. അപ്പോൾ എനിക്ക് ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ, നീ പോയി വചനമെടുക്കാൻ. സ്നേഹമുള്ളവരെ, ഞാൻ ആ കരഞ്ഞ കണ്ണുകളാൽ പോയി വചനമെടുത്തു. എന്നെ ഞെട്ടിച്ചൊരു വചനമായിരുന്നത് അന്ന് ലഭിച്ചത്. യേശയ്യാ 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല എന്ന്. അതൊരു വചനം, ഒന്നൊന്നര വചനമായിരുന്നു പ്രിയമുള്ളവരെ. ആ വചനം ലഭിച്ചതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടായ ബുദ്ധിമുട്ടുകളിലേക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ശരിക്കും ഒരു രക്ഷാവചനമായിരുന്നത്. കർത്താവിൻ്റെ കരങ്ങളുടെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു. അതിൽ പിന്നെ അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി.
ഇതാണ് വചനം, ജീവനുള്ള വചനം. നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ, മനസ്സ് തകരുമ്പോൾ കരയുകയല്ല വേണ്ടത്, വചനത്തിൽ ആശ്രയിക്കുക. വചനം നമ്മോട് സംസാരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് വചനം തുറക്കുക. കൃത്യമായ ഉത്തരം വചനം നിങ്ങൾക്ക് തരും. അന്ന് ലഭിച്ച ആ ബോധ്യത്തിൽ ഇന്നും ഞാൻ ജീവിക്കുന്നു. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഇന്നത്തെ എന്നെ ശ്രവിച്ച എൻ്റെ ശ്രോതാക്കളെ, നിങ്ങളെല്ലാവരും വചനം സംരക്ഷിക്കട്ടെ. ബൈബിൾ വായിക്കുന്നവരായി നമുക്ക് വളരാം. എല്ലാവർക്കും ഇന്ന് ഏശയ്യാ 54:17 വചനത്തിൻ്റെ അഭിഷേകം നേർന്നുകൊണ്ട്, എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മനോഹരമാക്കാമെന്ന് നാം മനസ്സിലുറച്ചുകൊണ്ട് നമുക്ക് ദാനമായി ലഭിച്ച ഇന്നിനെ നമുക്ക് ആസ്വദിക്കാം. എല്ലാവർക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട എൽസി ജോസ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.